ക്രിസ്മസ് ട്രീയെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം? ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമല്ല എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദവും ഹവ്വയും ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് ഉത്ഭവഭാവത്തിൻ്റെ അടിമയായിട്ട് തീരുന്നു. ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവനിൽ നിന്ന് അകന്നു പോകും. പുതിയ നിയമത്തിലെ ആദമായ യേശു ക്രിസ്തു ഗെത്സമീൻ തോട്ടത്തിൽ വെച്ചുകൊണ്ട് ഈ നഷ്ടപ്പെട്ട ജീവൻ മരത്താൽ തന്നെ തിരികെ ജീവൻ്റെ വൃക്ഷമായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ക്രിസ്മസ് ട്രീ. ഈ ജീവൻ്റെ വൃക്ഷത്തെ മുറുകെ പിടിക്കുന്നതിൻ്റെ അടയാളമാണ് ക്രിസ്മസ് ട്രീ. ഓരോ ക്രിസ്മസ് ട്രീ ഓർക്കുമ്പോഴും നഷ്ടപ്പെട്ടു പോയ ഒരു വൃക്ഷത്തിലെ പഴത്തെക്കുറിച്ച് ഓർക്കണം. അതോടൊപ്പം പുതിയ ആദമായ ക്രിസ്തു നേടിത്തന്ന ജീവൻ്റെ ഫലദായകമായ വൃക്ഷത്തെക്കുറിച്ച് ഓർക്കുകയും ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഫലദായകമായി തീരുവാൻ തക്കവിധം ദൈവമേ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ജീവിതമായി തീരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.